വിണ്ണിലൻ വീടൊരുക്കി വേഗം വരാമെന്ന വാഗ്ദത്തം തന്ന നാഥനായി. വിണ്ണിലൻ വീടൊരുക്കി വേഗം വരാമെന്ന വാഗ്ദത്തം തന്ന നാഥനായി. നാൾ തോറു കാത്തു പാത്തു തൻ സേവ ചെയ്തു മോതാൽ കാന്തനെ സ്വീകരിക്കുവാൻ. പ്രൈസ് ലോർഡ്. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഏവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഭാരത സുവിശേഷീകരണം പ്രധാന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബ്രദർ റോയ്സൺ ചീരൻ എടുത്ത ക്ലാസ്സിലെ ചില പ്രധാന പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി 16:18 ഇങ്ങനെ പറയുന്നു: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് ദൈവത്തിൻ്റെ ഒരു പ്രവചനമാണ്. പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു പോരാട്ടത്തെ കാണിക്കുകയാണ്. പാതാള ഗോപുരങ്ങൾ, ഈ ലോകശക്തികൾ, സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക കോട്ടകൾ, ഇത് അന്നും ഇന്നും ഉണ്ട്. അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. എൻ്റെ ജീവിതയാത്രയിലെ ഒത്തിരി ശുശ്രൂഷകൾ, ഒത്തിരി വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും എന്നെ പിന്നോട്ട് വലിക്കുന്നൊരു വലിയ ശക്തി ഞാൻ കാണുകയാണ്. എൻ്റെ ശുശ്രൂഷയുടെ പ്രയാണത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒത്തിരി പ്രതിസന്ധികൾ കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും ദേശങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് ഞാൻ കാണുകയാണ്. പലപ്പോഴും അതിന് മധ്യേ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. എന്തിനാ കർത്താവ് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് തെറ്റായി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് റെക്കോർഡിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ ഉദ്ദേശിച്ച ദിവസമാണ്. പക്ഷെ ഇന്നും ആ ശുശ്രൂഷ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ, അതിന് നിയോഗിക്കപ്പെട്ട വ്യക്തി വരാത്ത അവസ്ഥ, യാതൊരു വിവരവുമില്ല. ഇങ്ങനെ നമ്മെ ശുശ്രൂഷയിൽ നിന്ന് പിറകോട്ടടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി ദേശശക്തികൾ നമുക്കെതിരെ പോരാടുകയാണ്. അതിന് നമ്മൾ ജയിച്ച് മുന്നേറണം. ഒരു വാക്യം മനസ്സിൽ ഓർമ്മ വരുന്നു: ഞാൻ മതിലുകൾ ചാടി കടക്കും. എൻ്റെ ദൈവത്തെ ഞാൻ മതിലുകൾ ചാടി കടക്കും. ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് സഭ ഉടലെടുത്ത കാലം മുതൽക്ക്, മത്തായി 16:18 ആസ്പദമാക്കിയുള്ള ചിന്തയാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സഭ ഉടലെടുത്ത കാലം മുതൽക്ക് പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷേ ക്രിസ്തു എന്ന പാറമേൽ പണിയുമ്പോൾ പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അധികാരം പ്രാപിച്ചും ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിതു വേണം പോകണം. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രതിസന്ധി അതിജീവിക്കണം. പരിശുദ്ധാത്മാവ് ശക്തി ലഭിച്ച് പ്രതിസന്ധികളെ മറികടന്ന് യെരുശലേമിൽ തുടങ്ങി സുവിശേഷം അറിയിക്കാം. സ്വന്തം ചുറ്റുപാടുകളിൽ ആദ്യം സുവിശേഷം അറിയിക്കുക. എല്ലാവരെയും കരുതുക. ആദ്യ ശിഷ്യന്മാർ തുടങ്ങി ചെയ്ത ഓരോ പ്രവൃത്തിയും ചെയ്തു തുടങ്ങുക. നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സമാധാനവും വിടുതലും കൊടുക്കാൻ നാം ഒരുങ്ങണം. യോഹന്നാൻ 15 ക്രിസ്തുവിനെ പോലെ ആകുവാൻ ശ്രമിക്കുക. ഐക്യത ഉണ്ടാകുവാൻ തമ്മിലുള്ള സ്നേഹം വളർത്തണം. സാംസ്കാരിക പ്രതിസന്ധികൾ തമ്മിൽ സ്നേഹം വളർത്തി വെല്ലുവിളികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ പോലെ തിരമാല മാറി നമുക്ക് കടൽ കാണാൻ സാധിക്കുകയില്ല. ഈക്വൽ ടു
പ്രതിസന്ധികൾ മാറി ശുശ്രൂഷയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇതതിൻ്റെ ഒരു രൂപരേഖയാണ്, ഇതൊരു സമവാക്യം കൂടിയാണ്. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ അതിജീവിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ വ്യൂസ് ചാനലിലെ യൂട്യൂബ് ചാനലിലെ ലൈവ് സ്ട്രീമിങ്ങിന് ചില തടസ്സങ്ങൾ വന്നിരിക്കുന്നു. അത് മറികടക്കുവാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വ്യൂസ് ചാനലിലെ പ്രയർ പില്ലർ മീറ്റിംഗ് ഏപ്രിൽ 1-ാം തീയതി ആനായ്ക്കൽ തമ്പി ബ്രദറുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, നല്ല പ്രഭാതത്തിന് സ്തോത്രം, അനുഗ്രഹിക്കണമേ. പുതിയ കൃപകളാലും നന്മ നിറക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. പോരാട്ടം വിടുവിക്കണം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ ഫീൽഡ് വർക്കിനെയും എല്ലാ ശുശ്രൂഷകളും കർത്താവെ അനുഗ്രഹമായി തീരാൻ തക്കം സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടം വിടുവിക്കണം. അപ്പം കൃപയെ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.